ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയത്തിനായി നമുക്കൊരു വചനം വായിക്കാം. ഉൽപ്പത്തി 1:31. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ലോകത്തായിരിക്കുന്ന പല സ്ഥാനങ്ങളിൽ, ജോലി കാര്യങ്ങളിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളുകളിലായിരിക്കാം, എവിടെയായിരുന്നാലും ഏതൊക്കെ സാഹചര്യങ്ങളിലും പലപ്പോഴും മനുഷ്യർ നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്താണ്, നിനക്ക് ഇത്രയേ ബുദ്ധിയുള്ളൂ, അല്ലെങ്കിൽ നീ കറുത്തവളാണ്, നിനക്ക് കോൺഫിഡൻ്റ് ഇല്ലാത്തവളാണ്, നിനക്ക് ഇത്രയൊക്കെ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നോക്കി ചിന്തിച്ചിട്ടില്ലേ, എനിക്ക് ഇത്രയൊക്കെ കഴിയുകയുള്ളൂ എന്നൊരു മനോഭാവം, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ. ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസന്മാരാണെങ്കിലും മറ്റു കർത്തദാസന്മാരെ നോക്കുമ്പോൾ എനിക്ക് വേണ്ടത്ര ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ മറ്റുള്ള മാർക്ക് വാങ്ങുന്ന കുഞ്ഞുങ്ങളെ കണ്ട് എന്നെക്കൊണ്ട് ഇത്രയേ ബുദ്ധിയുള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹൃദയത്തെ പല ചിന്തകളാലും മുറിവേൽപ്പിക്കുന്നവരാണല്ലേ. പക്ഷെ ദൈവവചനം നമ്മളിവിടെ വായിക്കുന്ന എന്താണ്, നമ്മളെ ഉണ്ടാക്കിയവൻ പറയുകയാണ് അത് ഏറ്റവും നല്ലതാണ്. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. അതേ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും നിർമ്മിച്ചിരിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നോക്കിക്കൊണ്ട് പറഞ്ഞേക്കുന്ന എന്താണ്, നീ ഏറ്റവും നല്ലതെന്നാണ്. ഹല്ലേലൂയ. ഈ ലോകം നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ഈ ലോകം നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ടാകുക, നിനക്കൊള്ളില്ല, നിനക്ക് ഇത്രയൊക്കെ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മളും പറഞ്ഞിട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മളെ നോക്കി പറഞ്ഞെന്താണ്, നീ ഏറ്റവും നല്ലതാണ്. ആമേൻ, സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 10:8 പ്രകാരം നമ്മൾ വായിക്കുന്നു, നീയല്ലോ എന്നെ ഉരുവാക്കിയത്, നീയല്ലോ എന്നെ മുഴുവനും ചമച്ചത്. അപ്പം എന്നെ ഉരുവാക്കിയവൻ ആരാണ്? സർവശക്തനായ ദൈവം എന്നൊരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ഹല്ലേലൂയ. ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, ഈ ഉൽപ്പത്തി 1:27 നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്, ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത്. ആ ദൈവത്തിനറിയാം നമ്മുടെ കഴിവുകൾ എന്തോരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് ആ ദൈവത്തിനറിയാം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ എന്ത് ചെയ്യുക, ഏൽപ്പിച്ചു കൊടുക്കുക. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കർത്താവ് എന്നെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ട്, കർത്താവ് അങ്ങ് അത് നികത്തണമേ, അങ്ങ് എനിക്ക് അങ്ങയുടെ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുവല്ലോ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമാണ് എന്നെ നിർമ്മിച്ചത്, ഞാനൊരു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ആമേൻ, സ്തോത്രം. ആ ദൈവത്തിന് തൻ്റെ കൃപയാൽ, ദൈവം തരുന്ന ആ കൃപയാൽ എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. എന്നെക്കൊണ്ട് ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് എന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കും എന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുമാറാകട്ടെ. അതുകൊണ്ട് ഈ വചനപ്രകാരം എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ നോക്കി പറഞ്ഞത് എന്താണ്, നീ ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ ഏറ്റവും നല്ലതാണെന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കിയെടുക്കുന്നവരായി തീരട്ടെ. അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.